ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവമായ കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉയർച്ചയുള്ളൂ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവ ആശ്രയത്വം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ വചനം, അത് സങ്കീർത്തന പുസ്തകം 127 1-2 വാക്യങ്ങളാണ്. വചനം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വചനമാണ്. അറിയാൻ പാടില്ലെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതും എല്ലാ ദിവസവും പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ വളരെ ശക്തിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുകയും ചെയ്യുന്നൊരു വചനമാണ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ അവർക്ക് ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്ന വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. എന്താ വചനം പറയുക? ഒന്നാമത് വചനം ഒരു വിശ്വാസ പ്രഖ്യാപന. എന്താ പ്രഖ്യാപനം? എൻ്റെ കർത്താവ് എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ അധ്വാനിച്ചിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭവനം പണിയാൻ, എൻ്റെ ദാമ്പത്യം പണിയാൻ, എൻ്റെ മക്കളെ പണിതുയർത്താൻ വേണ്ടി ഞാൻ എത്ര കിടന്ന് അധ്വാനിച്ചാലും ദൈവം കൂടെ ഇല്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഓരോ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ ഓർക്കണം, കുമ്പസാരത്തിലൂടെ കുർബാനയിലൂടെ ദൈവം എൻ്റെ കൂടെയുണ്ടോ, അങ്ങനെയെങ്കിലേ ഞാൻ അധ്വാനിച്ചാൽ അതിന് ഫലം ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഒറ്റയ്ക്ക് സംരക്ഷിക്കാൻ കാത്തു സൂക്ഷിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ, എൻ്റെ ജീവിതപങ്കാളിയുടെ കുടുംബത്തെയും കാത്തു സൂക്ഷിക്കാൻ പറ്റൂല. ദൈവം കാത്താലേ സംരക്ഷണമുള്ളൂ. അതാണ് ഒന്നാമത് വചനം പറയുക. പിന്നെ അടുത്ത് വീണ്ടും വചനം പറയുവാണ്, കർത്താവിനോട് ചേർന്ന് നമ്മൾ അധ്വാനിക്കുമ്പോൾ തൻ്റെ ഭക്തർ അധ്വാനം കഴിഞ്ഞ് കുറച്ച് അധ്വാനിക്കുന്നുള്ളെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് കർത്താവിന് സമയം മാറ്റി വെച്ചിട്ട്, ദൈവാരാധനയ്ക്ക് സമയം മാറ്റി വെച്ചിട്ട് അവർ ഉറങ്ങണ സമയത്ത് പോലും കർത്താവ് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. നമുക്ക് ദൈവാശ്രയത്വത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാണിത്. ഒപ്പം തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം നൽകുന്ന വചനമാണ്. എൻ്റെ ദൈവത്തിന് വില കൊടുത്താൽ മുന്നോട്ട് പോകുന്നെങ്കിൽ എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.